അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഇടയാളനെ സ്വീകരിക്കണമെന്ന് സലഫ് സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശത്തിൽ എവിടെയാണ് തെളിവുള്ളത്? അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിച്ച് മനസ്സിലാക്കിയ സ്വഹാബിമാർ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ അവരുടെ മാർഗത്തിൽ നിന്ന് ആ ഉത്തമ നൂറ്റാണ്ട് 3 നൂറ്റാണ്ട് അതിൽ നിന്ന് ഉദ്ധരിക്കുക ദലീൽ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. ഇപ്പോൾ നിങ്ങൾ ആദ്യം ചോദിച്ച 2 ചോദ്യം അല്ലാത്ത പുതിയ ചോദ്യമാണ് ഇപ്പോൾ ഒന്നാമതായി ചോദിച്ചിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട് കണ്ടോ നിങ്ങൾ. അപ്പോൾ അതാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ കരുതും, അതല്ല ചോദ്യങ്ങൾ കൃത്യതയോടെ ചോദിക്കണം. അല്ല ആദ്യത്തിൽ ഇത് ചോദിച്ചില്ല, ആദ്യം ചോദിച്ച ഒന്ന് മുദബ്ബിറുൽ ആലമാണ്, പിന്നെ അതല്ല ഇപ്പോൾ ചോദിച്ചത് ഇടയാളനെ സ്വീകരിക്കണതാണ്. ഞാൻ അതിനാഞ്ഞ് മറുപടി പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മറ്റേ ചോദിച്ചോളി. ഒക്കെപ്പാടെ കലത്തണ്ട, നമ്മൾ ഓരോന്ന് ചോദിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വഹബീബുഹു വഖലീലുഹു വസഫിയ്യുഹു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ്. ഒന്നാമത്തെ ചോദ്യം, അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഇടയാളനെ നിശ്ചയിച്ചു കൊണ്ടുള്ള ചോദ്യം, ആ തേട്ടം, അതിന് പ്രാമാണികമായി പൂർവികരുടെ ഒക്കെ ചെയ്ത തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണം എന്നതാണ് ഇപ്പോൾ അദ്ദേഹം ഒന്നാമതായി ചോദിച്ചിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് അതിവിടെ പറയാൻ പോവുകയാണ്. ഇമാം തൊബറാനിയും ഇമാം തൊബറാനിയും ഹാക്കിമും ഒരുപാട് മുഹദ്ദിസുകൾ ഉദ്ധരിച്ച ഹദീസ് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായി അവർ പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ്. അവരുണ്ടാവും 1.25 റുപ്യൻ്റെ പുസ്തകം അടുത്താണ്. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരാ അതന്നെ ഇത് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ സംസ്ഥാന ഓഫീസിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഇതിൻ്റെ പേര് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരാമുഖം എന്നാണ്. KNM പ്രസിദ്ധീകരിച്ചതാണ്. ഇതിൽ ഇസ്ലാഹി പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വിയർപ്പൊഴുക്കിയ പണ്ഡിത നേതാക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു നേതാവാണ് മുഹമ്മദ് അലി അഷൗക്കാനി എന്ന് പറയുന്നയാൾ. അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണിത്. തുഹഫത്തു ദാക്കിരീൻ എന്നാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പേര്. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഹദീസ് ഷൗക്കാനി തൻ്റെ തുഹഫത്തു ദാക്കിരീൻ എന്ന ഈ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് മുഹദ്ദിസുകളിൽ നിന്നാണ് അത് രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം വകയല്ല. അത് മുഹദ്ദിസുകളായ നിരവധി പണ്ഡിതന്മാർ അവർ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇമാം ഹാക്കിം, ഇമാം തിർമിദി, അതുപോലെ നസായി ഉൾപ്പെടെ ഒരുപാട് പണ്ഡിതന്മാർ. എന്താണ് അവരൊക്കെ ഉദ്ധരിച്ച ഈ ഹദീസിലുള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരു വ്യക്തി വരികയാണ്. കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ അപ്പോൾ ഉസ്മാൻ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വര്യനുണ്ട്. ആ സ്വഹാബി വര്യനാണ് ഈ സംഭവം രേഖപ്പെടുത്തി വെക്കുന്നത്. അദ്ദേഹം പറയുന്നത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഈ വ്യക്തി കടന്നു വരികയാണ്. വന്നുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു, ഫഖാല ഉദ്ഉല്ലാഹ അൻ യുആഫിയനി, അല്ലാഹുവിനോട് തങ്ങളൊന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് ആഫിയത്ത് കിട്ടാൻ, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി തങ്ങളൊന്ന് ദുആ ചെയ്യണം എന്ന് ആ കണ്ണിന് കാഴ്ചയില്ലാത്ത സ്വഹാബി പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഖാല ഇൻ ശിഅ്ത അഖർതു ലക വഹുവ ഖൈർ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടിയുള്ള ആ ദുആ, ആ തേട്ടം ഞാൻ പിന്തിപ്പിക്കാം. ഇപ്പോൾ ഞാൻ ദുആ ചെയ്യില്ല.
ചെയ്യാതിരിക്കാം. വഹുവ ഖൈറുൽ ലക, അതാണ് നിനക്ക് ഉത്തമം. എന്താ കാരണം? ആ കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയും. കണ്ണിൻ്റെ ആ ഹറാമു നോക്കിക്കൊണ്ടുള്ള ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. കാഴ്ചയില്ലാത്ത വ്യക്തി പള്ളിയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ വ്യക്തിക്ക് സാധാരണ കാഴ്ചയുള്ള മനുഷ്യൻ പള്ളിയിലേക്കും മറ്റു പുണ്യകർമ്മങ്ങളിലേക്കും വരുന്നതിലേറെ വലിയ പുണ്യവുമുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഹുവ ഖൈറുൻ, അതാണ് നിനക്ക് ഖൈർ. വൈൻ ശിഅ്ത ദഅഉതു, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തു തരാം എന്നും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, നബിയെ, എൻ്റെ കൈ പിടിക്കാനും എനിക്ക് ഒത്താശ ചെയ്യാനും പറ്റിയ ആളുകളില്ല നബിയെ, അതുകൊണ്ട് തങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം എന്ന് അദ്ദേഹം വീണ്ടും ആവശ്യപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതെന്താ? ഫഅമറഹു അൻ യതവല്ലഅ, അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് തന്നെ പറയുകയാണ്, നിങ്ങൾ പോയി നല്ലൊരു ഉളു എടുക്ക്. ഫയുഹ്സിന ഉളൂഅഹു, ആ ഉളു നന്നാക്കി എടുക്ക്. വയുസല്ലി റക്അത്തൈനി, എന്നിട്ട് അവിടെ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കണം. വയദുഉ ബിഹാദ ദുആ, എന്നിട്ട് ഞാൻ ഇനി ഞാൻ ചൊല്ലിത്തരുന്ന, പഠിപ്പിച്ചു തരുന്ന ഈ ദുആ നിങ്ങൾ ദുആ ചെയ്യുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാഴ്ചയില്ലാത്ത സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, നമ്മുടെ സാധാരണഗതിയിൽ ഈ 2 റക്അത്ത് നിസ്കാരം എന്നതാണ് നമ്മൾ സ്വലാത്തുൽ ഹാജത്ത് എന്ന് ചൊല്ലുന്ന എന്ന പേരിൽ നമ്മൾ നിർവഹിക്കുന്ന ഖുതുബിയ്യത്തിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം യഥാർത്ഥത്തിൽ ഇതാണ്. സ്വലാത്തുൽ ഹാജത്തിൻ്റെ മുമ്പ് നിർവഹിക്കുന്ന 2 റക്അത്ത്. അത് പിന്നെ മറ്റു ചില റിപ്പോർട്ടുകളിൽ 2ഉം അതിലധികവും ഒക്കെയുണ്ട്, 10ഉം 12ഉം ഒക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തിന് ദുആ ചെയ്തു കൊടുക്കുകയാണ്. എന്താണ് ദുആ? അതാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിന് ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതബജ്ജഹു ഇലൈക ബിമുഹമ്മദിൻ നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി ഖദ് തബജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതുഖ്ലാ ഔ ലിതഖ്ലിയ അല്ലാഹുമ്മ ഫശഫ്ഇഹു ഫിയ്യാ. എന്താ ഈ ദുആയിൽ പറയുന്നത്? അദ്ദേഹത്തിനോട് തന്നെ ദുആക്കാൻ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ഇതാ ചോദിക്കുന്നു, വഅതബജ്ജഹു ഇലൈക, നിന്നിലേക്ക് ഞാൻ ഇതാ മുന്നിടുന്നു, ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഞാനിതാ മുന്നിടുന്നു. നമ്മൾ സാധാരണ പറയും, മുഹീദ്ദീൻ ശേഖിനെ കൊണ്ട് പടച്ചോനെ ഞാനിതാ ചോദിക്കുന്നു, റസൂലുള്ളാഹിനെ കൊണ്ട് ഞാനിതാ ചോദിക്കുന്നു, എൻ്റെ കുട്ടിയുടെ രോഗം, എൻ്റെ അസുഖം ശിഫയാക്കണേന്ന് നമ്മൾ ദ്വാരക്കാരുണ്ട്. മമ്പർത്ത് തങ്ങൾ പാപ്പാനെ കൊണ്ട് ഞങ്ങളിതാ ചോദിക്കുന്നു. അതേ ആ നമ്മൾ ചോദിക്കുന്നതിൻ്റെ അത് റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്ന ഹദീസിൻ്റെ ആ വ്യാപ്തിയിൽ നിന്ന് മുസ്ലിം സമുദായം മനസ്സിലാക്കിയതാണ്. അല്ലാഹുവേ ഇന്നി അസ്അലുക വഅതബജ്ജഹു ഇലൈക ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ കൊണ്ട് ഞാനിതാ നിന്നോട് ചോദിക്കുന്നു, നിന്നിലേക്ക് ഞാനിതാ മുന്നിടുന്നു, നബിയ്യിർ റഹ്മ, കാരുണ്യത്തിൻ്റെ നബിയായ, കാരുണ്യത്തിൻ്റെ പ്രവാചകരായ മുഹമ്മദ് നബിയെ കൊണ്ട് ഞാനിതാ അല്ലാഹുവേ നിന്നിലേക്ക് മുന്നിടുന്നു എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിയെ വസീലയാക്കിക്കൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. തീർന്നില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് വിളിച്ച് റസൂലുള്ളാഹിയെ വിളിച്ചുകൊണ്ട് കൂടി ആ ദുആയിൽ അങ്ങനെ ഒരു പദപ്രയോഗവും കൂടി ഉണ്ടായിരിക്കണമെന്ന് നബി തങ്ങൾ പറയുന്നു. യാ മുഹമ്മദ്, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ. കണ്ടോ, മഹാത്മാക്കളെ നീട്ടി വിളിക്കുന്ന ശൈലി ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല, ഷിയാക്കളിൽ നിന്ന് പോന്നതല്ല, സമസ്ത വന്നതിന് ശേഷം തുടങ്ങിയതല്ല. സയ്യിദുൽ വുജൂദ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ശരീഅത്താണത്, തങ്ങൾ പഠിപ്പിച്ച ആദർശമാണ്. അതാണ് ഇന്നും അഹ്ലുസുന്ന പ്രസ്ഥാനം കൊണ്ട് നടക്കുന്നത് എന്ന് നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. ഇവിടെ
നേരത്തെ പറഞ്ഞല്ലോ, പല മൗലവിമാരും തൗഹീദ് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി, തോന്നിയത് വായിൽ വരുന്നത് കോതക്ക് പാട്ട് എന്നതുപോലെയാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് എന്ന അവരുടെ വിശ്വാസമെങ്കിൽ ഇത് നമ്മുടെ വിശ്വാസം അങ്ങനെയല്ല. നുബൂവത്തിന്റെ വായയിൽ നിന്ന്, നുബൂവത്തിന്റെ നാക്കിൽ നിന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ആദർശമാണ് നമ്മൾ ചെയ്യുന്ന തവസ്സുലും ഇസ്തിഗാസയും. റസൂലുള്ളാഹി പഠിപ്പിച്ചു, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ എന്ന് തന്നെ നിങ്ങൾ എൻ്റെ പേര് വിളിച്ച് എന്നെ നിങ്ങൾ വിളിക്കണം. എന്നിട്ടോ ഇന്നി ഖത്തവജ്ജഹ്തു ബിക ഇലാ റബ്ബി, ഞാൻ അങ്ങയെ കൊണ്ട് ഞാനിതാ മുന്നിട്ടിരിക്കുന്നു. ഇലാ റബ്ബി, എൻ്റെ റബ്ബിലേക്ക് ഞാനിതാ അങ്ങയെ കൊണ്ട് മുന്നിട്ടിരിക്കുന്നു നബിയേ. എന്താ വിഷയം? ഫീ ഹാജതി ഹാദിഹി, എൻ്റെ ഈ ആവശ്യത്തിൽ, എൻ്റെ ഈ കണ്ണിൻ്റെ കാഴ്ച കിട്ടുക എന്ന വിഷയത്തിൽ അങ്ങയെ കൊണ്ട് ഞാനിതാ മുന്നിട്ടിരിക്കുന്നു നബിയേ. ലിതുഖ്ളാ, എൻ്റെ ആവശ്യം നിറവേറപ്പെടാൻ വേണ്ടി. മറ്റൊരു റിപ്പോർട്ട്, മറ്റൊരു അനുസരിച്ച് ലിതഖ്ളിയ, തങ്ങൾ എൻ്റെ ആവശ്യം വീട്ടിത്തരാൻ വേണ്ടി ഞാനിതാ തങ്ങൾ മുഖേന മുന്നിട്ടിരിക്കുന്നു നബിയേ. അല്ലാഹുമ്മ, വീണ്ടും അല്ലാഹുവിനെ വിളിക്കുന്നു, അല്ലാഹുവേ ഫശഫ്ഇഹു ഫിയ്യാ, നബി അല്ലാഹുവേ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശുപാർശ എൻ്റെ കാര്യത്തിൽ നീ സ്വീകരിക്കണമേ അല്ലാഹ് എന്ന് നീ പോയി ദുആ ചെയ്തോ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. എന്തുണ്ടായി? ആ വ്യക്തി ഉടനെ തന്നെ ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ചതുപോലെ ഉളുവെടുത്തു, നന്നായി ഉളുവെടുത്തു. എന്നിട്ട് അദ്ദേഹം 2 റക്അത്ത് സ്വലാത്തുൽ ഹാജത്ത് എന്ന 2 റക്അത്ത് നിസ്കരിച്ചു. സഹോദരങ്ങളെ, എന്നിട്ടോ ഈ പറഞ്ഞ ദുആ, ഈ തവസ്സുലും ഇസ്തിഗാസയുമുള്ള ദുആ അതാ നീട്ടി വിളിച്ചുകൊണ്ട്, റസൂലുള്ളാഹിയെ വിളിച്ചുകൊണ്ട്, റസൂലുള്ളാഹിയെ വസീലയാക്കിക്കൊണ്ട് ദുആ ചെയ്യുന്നു. അദ്ദേഹം അത് കഴിഞ്ഞതാ തിരിച്ചു വരുന്നു. ഇതിന് സാക്ഷിയായ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങള് ആ വല്ലാഹി മാ തഫറഖ്ന, ഞങ്ങൾ ആ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല. വലാ ത്വാലബിനൽ ഹദീസ്, സമയം കൂടുതൽ സമയവും അവിടെ ആയിട്ടില്ല. അപ്പോഴേക്കും അതാ ആ സ്വഹാബി കടന്നു വരികയാണ്. എങ്ങനെയാണ് ആൾ വരുന്നത്? കഅന്നഹു ലം യകുൻ ബിഹി ളുർറുൻ ഖത്തു, അയാൾക്ക് കണ്ണിൻ്റെ അസുഖം, അതായത് കാഴ്ച ഇല്ലാത്തവനായിരിക്കുക എന്ന അവസ്ഥ അത് തീരെ അയാളിൽ ഇല്ല. പരിപൂർണ കാഴ്ചയുള്ളവനായി, വഖദ് അബ്സറ, നല്ല കാഴ്ചയോടെ അയാൾ ഞങ്ങളുടെ ഹദറത്തിലേക്ക്, സാന്നിധ്യത്തിലേക്ക് തിരിച്ചു വന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അവിടെയുള്ള എല്ലാ സ്വഹാബികളും കണ്ടതാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഉദ്ധരിക്കുന്നു. ഈ ഹദീസ് സഹോദരന്മാരെ ആരൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ നോക്കൂ. ഇമാം ബുഖാരി തൻ്റെ താരീഖുൽ കബീറിൽ 2192 നമ്പറായി റിപ്പോർട്ട് ചെയ്തത് കാണാം. ഇമാം ത്വബറാനി തൻ്റെ അൽ മുഅ്ജമുൽ കബീറിൽ 8311 നമ്പർ ഹദീസായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ മുഅ്ജമുസ് സ്വഗീറിൽ ഇമാം ത്വബറാനി 508 നമ്പർ ഹദീസായി രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം ത്വബറാനിയുടെ കിതാബുദ് ദുആ എന്ന ഗ്രന്ഥത്തിന്റെ 1289 പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം തിർമിദി തന്റെ സുനനിൽ 3578 നമ്പറായി രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ 4-ാം വാള്യം 138 പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം നസായി തന്റെ അസ്സുനനുൽ കുബ്രയുടെ 10494 നമ്പർ ഹദീസായി രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം ഇബ്നു ഖുസൈമ തന്റെ സഹീഹിൽ 1219 നമ്പർ ഹദീസായി രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം ഇബ്നു സുന്നി തന്റെ അമലുൽ യൗമി വൽ ലൈല എന്ന ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ വാള്യം 417-18 പേജുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം ഹാക്കിം തന്റെ അൽ മുസ്തദ്റക്കിൽ 1180 നമ്പറായി രേഖപ്പെടുത്തി വെക്കുന്നു. നിരവധി 20ഓളം മുഹദ്ദിസുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി വെക്കുന്നു. സഹോദരങ്ങളെ, ഈ പറയുന്നത്
ഞാൻ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞ ഷൗക്കാനിയുടെ തുഹഫത്തു ദാക്കിരീൻ എന്ന ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു, വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നു. എന്നിട്ടോ സ്വലാത്തുൽ ഹാജത്ത് എന്ന ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള നിസ്കാരം, അത് നിസ്കരിക്കാം, അല്ലാതെ നിസ്കരിക്കൽ പുണ്യകർമ്മമാണ് എന്ന് ഈ ഹദീസിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നു. ഈ ഗ്രന്ഥത്തിൽ ഈ ഹദീസ് വിശദീകരിച്ച് അവസാനം അദ്ദേഹം പറയുന്നു, ഇതാരാ പറയുന്നത്? കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. ഇതാ KNM പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവാണ്, ഈ ആശയത്തിന്റെ നേതാവാണ്, ഇത് പ്രചരിപ്പിക്കാൻ വിയർപ്പൊഴുക്കിയ മാന്യദേഹമാണെന്ന് പരിചയപ്പെടുത്തിയ ഷൗക്കാനി എന്ന വ്യക്തി സ്വന്തം ഗ്രന്ഥമായ തുഹഫത്തു ദാക്കിരീനിൽ പറഞ്ഞു, വഫിൽ ഹദീസി, ഈ ഹദീസിൽ ദലീലും തെളിവുണ്ട്, അലാ ജവാസി തവസ്സുലി ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നതിന് തെളിവുണ്ട് ഇലല്ലാഹി അസ്സ വജൽ മഅൽതിഖാദി അന്നൽ ഫാഇല ഹുവ അല്ലാഹു സുബ്ഹാനഹു വ തആല വ അന്നഹുൽ മുഅ്തിൽ മാനിഉ മാ ശാഅ കാൻ വമാ ലം യശഇ ലം യകുൻ. എല്ലാം നൽകുന്നവൻ അല്ലാഹുവാണ്, എല്ലാം പ്രവർത്തിക്കുന്നവൻ, എല്ലാ പ്രവർത്തനവും എല്ലാം ഖൽഖ് ചെയ്യുന്നവൻ, എല്ലാം കൊടുക്കുന്നവൻ, എല്ലാം വിലങ്ങുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു ഉദ്ദേശിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ, അല്ലാഹു ഉദ്ദേശിക്കാത്തത് നടക്കുകയില്ല എന്ന വിശ്വാസത്തോടെ തവസ്സുൽ ചെയ്യാൻ ഈ ഹദീസിൽ തെളിവുണ്ട്. അതായത് സുന്നികളായ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം, അല്ലാഹുവാണ് എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളവൻ, ഈ അണ്ഡകടാഹത്തെ മുഴുവനും സൃഷ്ടിച്ചിട്ടുള്ളവൻ, ഈ ഭൂമികളെയും സൂര്യനെയും ചന്ദ്രനെയും ആകാശങ്ങളെയും സൗരയൂഥമണ്ഡലത്തെയും അടങ്ങുന്ന ഈ അണ്ഡകടാഹത്തെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോറ്റുന്നവൻ കരുണാവാരിധിയായ അല്ലാഹു ജല്ല വഅലയാണ് എന്ന ഉറച്ച വിശ്വാസത്തോടെ അവനാണ് എല്ലാം നൽകുന്നവൻ, അവൻ നൽകുന്നതിനെ തടയുന്നവനില്ല. ലാ മാനിഅ, ആ മറ്റൊരു അത് അല്ലാഹു നൽകുന്നതിനെ തടയാൻ പറ്റുന്നവനില്ല എന്ന ആ ഉറച്ച വിശ്വാസത്തോടെയാണ് സുന്നികളായ നമ്മളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ തവസ്സുൽ അത് അനുവദനീയമാണ് എന്നതിന് ഈ ഹദീസ് തെളിവ് കൂടിയാകുന്നു എന്നാണ് ഷൗക്കാനി തൻ്റെ തുഹഫത്തു ദാക്കിരീൻ എന്ന ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നത്. കേരളത്തിലെ മുജാഹിദുകൾ പറയുന്നതോ, സഹോദരങ്ങളെ, തവസ്സുൽ പാടില്ല, അത് ശിർക്കാകുന്നു എന്നാണ് കേരളത്തിലെ മുജാഹിദുകളുടെ വാദം. അത് നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. ചുരുക്കത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഏറ്റവും വലിയ അൽ വസീലത്തുൽ ഉളുമാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തങ്ങളെ ഇടയാളനാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതാണ് മുസ്ലിമീങ്ങൾക്കുള്ള തെളിവ്. ഒരു തെളിവ് അതാണ്. 100 കണക്കിന് തെളിവുകൾ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുണ്ട്. ഒന്നിന് പിറകെ ഒന്നായി പറയുമ്പോൾ സമയം നീണ്ടുപോകും എന്നതുകൊണ്ടാണ് ഒരൊറ്റ തെളിവ് മാത്രം ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബഹുമാന്യനായ അലവി സഖാഫി, എൻ്റെ ചോദ്യം അനുവദനീയമായ തവസ്സുലല്ല, അത് തർക്കമുള്ള വിഷയമല്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുമല്ല. അത് രണ്ടുമാണ് താങ്കൾ ഇവിടെ വിശദീകരിച്ചത്. എൻ്റെ ചോദ്യം പ്രധാനമായും അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഇടയാളന്മാരെ സ്വീകരിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ വഫാത്തായ നബി തങ്ങളെ ഇസ്തിഗാസ ചെയ്യുന്നു, മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ ഇസ്തിഗാസ ചെയ്യുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതേപോലെ തന്നെ മറ്റു സഹാബിമാരെ ഇസ്തിഗാസ ചെയ്യുന്നു കുറവാണ്. മുഹ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങളെ ഇസ്തിഗാസ ചെയ്യുന്നു. അതേപോലെ തന്നെ മമ്പുറം തങ്ങളെ, മടവൂർ ഷെയ്ഖിനെ, ഈ വേങ്ങര ഒരു വിടിപ്പാട് അകലെ കിടക്കുന്ന കോയപ്പാപ്പനെ ഇസ്തിഗാസ നടത്തുന്നു. എങ്ങനെ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കണമേ, ഞങ്ങൾക്ക് സന്താനങ്ങളെ നൽകണമേ, എനിക്ക് ഹിദായത്ത് നൽകണമേ, സന്താനങ്ങളെ നൽകണമേ, ആയുസ് വർദ്ധിപ്പിക്കണമേ എന്നിങ്ങനെയുള്ള ഇസ്തിഗാസ നടത്തുന്നു. ഇതിന് സലഫു സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ, അഥവാ സ്വഹാബിമാർ, താബിഈങ്ങൾ, തബൂ താബിഈങ്ങൾ, ആ ഉത്തമ നൂറ്റാണ്ടിലുള്ള ആരാണ് അത് പ്രവർത്തിച്ചിട്ടുള്ളത്? എന്താണ് ദലീൽ? ഏത് ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഏത് സഹിയായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ? നിങ്ങളിപ്പോൾ രണ്ടാമത് ചോദിച്ചപ്പോൾ
നിങ്ങൾ ചോദ്യം മാറ്റി എന്നത് ഖേദകരമാണ്. ഇവിടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ഉണ്ട്. നിങ്ങൾ ആദ്യം പറഞ്ഞത് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ മഹാത്മാക്കളെ തവസ്സുലാക്കി ദ്വാരക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചത്. എല്ലാവരും അത് കേട്ടതാണ് അല്ലേ? എല്ലാവരും കേട്ടതാ. തവസ്സുൽ അതെ അതാ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. തവസ്സുൽ എന്ന് ഞാൻ അറബി പറഞ്ഞു എന്നുള്ളൂ, നിങ്ങൾ ഇടയാളെന്ന് മലയാളത്തിൽ പറഞ്ഞു എന്നുള്ളൂ. തവസ്സുൽ എന്നതിൻ്റെ അർത്ഥം ഇടയാളനാക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളെയൊക്കെ പേച്ചതാണ്, അത്രയേ ഉള്ളൂ. ഞാൻ തവസ്സുൽ എന്ന് അറബി പറഞ്ഞു, വസീല എന്നുള്ള അറബി പറഞ്ഞു, അതിൻ്റെ അർത്ഥം ഇടയാളനെ ആക്കുക എന്നാണ്. നിങ്ങൾ ചോദിച്ചത് ആ ചോദ്യത്തിന് തന്നെയാണ് ഞാൻ മറുപടിയും പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ മലയാളം പറഞ്ഞു, ഞാൻ അറബി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ ചോദിച്ച ഇടയാളന്മാരെ വെച്ചുകൊണ്ടുള്ള ദുആ, അതാണ് ഇവിടെ ഈ പറഞ്ഞത്. അതൊരുപാട് മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതിനുള്ള തെളിവാണ് ഞാൻ ഇവിടെ സവിസ്തരം പ്രതിപാദിച്ചത്. ഇനി നിങ്ങളിപ്പോൾ ഇപ്പോൾ പുതിയൊരു ചോദ്യം ചോദിക്കുകയാണ്. അതാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അത് തവസ്സുലല്ല. അതിന് സാങ്കേതികമായി തവസ്സുൽ അല്ലെങ്കിൽ വിശാലാർത്ഥത്തിൽ തവസ്സുലിൻ്റെ പരിധിയിൽ പെട്ടത് തന്നെയാണെങ്കിലും നിങ്ങളിപ്പോൾ ഉദ്ദേശിച്ചത്, ഇപ്പോൾ രണ്ടാമത് പറഞ്ഞത് അല്ലെങ്കിൽ ചോദിച്ചത് ആ മഹാനെ സുദ്ദീഖുൽ അക്ബറെ അല്ലെങ്കിൽ സുദ്ദീഖുൽ അക്ബർ എന്ന് ചോദിക്കാറില്ല, മുഹയ്യദ്ദീൻ ഷെയ്ഖെ അല്ലെങ്കിൽ മമ്പർത്ത് അങ്ങനെയുള്ള കുറേ ആളുകളെ എണ്ണി പറഞ്ഞുകൊണ്ടാണ് അവരോട് സഹായം തേടുന്നതിനെ കുറിച്ചാണ് ഇപ്പം നിങ്ങൾ ചോദിച്ചത്. അതല്ലേ ചോദിച്ചത്? എന്നാൽ പിന്നെ ആദ്യം തന്നെ അത് ചോദിച്ചാൽ മതിയായിരുന്നില്ലേ? എന്നാൽ പിന്നെ അതിന് മറുപടി പറയും. മറുപടി ഇവിടെ റെഡിയാണേ. മറുപടി ഇങ്ങനെ പറയാൻ ഒരു ചോദ്യമില്ലായിട്ട് കിടന്ന് ഇറങ്ങാറായിരിക്കുക ഞങ്ങൾ, അതല്ലേ? മറുപടി ഇങ്ങനെ തുളുമ്പാണ് കിടന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്നാമത് ചോദിച്ചത് തവസ്സുലാണ്. അതിന് തന്നെയാണ് ഇടയാളെന്ന് പറയാം, വസീല ഇടയാളം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മറുപടിയാണ് പറഞ്ഞത്. ഇപ്പം ചോദിക്കുന്നത് മറ്റൊരു ചോദ്യമാണ്. എന്താ? ഈ മഹാത്മാക്കളെ വിളിച്ചുള്ള തേട്ടം, അവരോട് വിളിച്ചിട്ട് അവരോട് നമ്മുടെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ പറയുക, അതിന് തെളിവുണ്ടോ എന്നതാണ് ഇപ്പം അദ്ദേഹം ചോദ്യകർത്താവ് ചോദിച്ചത്. നല്ല ചോദ്യമാണ്. ഞാൻ നിങ്ങളെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. പക്ഷെ ആദ്യം ചോദിച്ചൊന്ന് ഇത് വേറെയാണ് എന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അതിനിടയ്ക്ക് നിങ്ങൾ വേറെ ഒരു തമാശ പറഞ്ഞു. എന്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവേ കാക്കടെ എന്ന് അങ്ങനെ പിന്നെ പറയാറില്ല, ജീലാനി ഷെയ്ഖിനെയും ബലൊക്കെ വിളിക്കാറുള്ളൂ നിങ്ങൾ പറഞ്ഞു. അത് നിങ്ങളെയൊക്കെ പറ്റിയ ഒരു അബദ്ധമാണ്, നിങ്ങൾ തിരുത്തണം. ഞങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും പിന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയും പിന്നെ നമ്മുടെ അലി ഇബ്നു അബീ ത്വാലിബ്, ഈ 4 ഖലീഫമാരും അശറത്തുൽ, അത് ഒറ്റക്ക് പറഞ്ഞാൽ ചോദിച്ചപ്പോൾ അശറത്തുൽ മുബശ്ശിനെ എന്താ വിളിക്കാത്തത്? അശറത്തുൽ മുബശ്ശറെ വിളിക്കാത്തത് അതൊക്കെ നിങ്ങൾ പറയുന്നത് കരുതി തന്നെയാണ് ഞങ്ങൾ ബദരീങ്ങളെന്നൊരു വിളിയുണ്ട്, അതിൽ ഇവരൊക്കെ പെടും വാഴ മുഹമ്മദ് മുഹമ്മദ്. അപ്പം ഞാൻ ഇതിനൊക്കെ ഞാൻ തെളിവ് പറയാം. നിങ്ങൾ ചോദ്യത്തിലുള്ള തകരാറ് തിരുത്താനപ്പോൾ ചോദ്യത്തിലുള്ള തകരാറാണ് ഇപ്പോൾ ഞാൻ തിരുത്തിയത്. ഇനി ഉത്തരത്തിലേക്ക് കടക്കണേ ഉള്ളൂ. നിങ്ങൾ സഹിച്ചിരുന്ന് കേൾക്കണം. പൂർവികരാരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംഭവങ്ങളുണ്ട്. നിങ്ങളൊരു 10 മിനിറ്റ് ഞാൻ പറയുന്നത് കേൾക്കണം, ക്ഷമിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. മഹാനായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിന് ശേഷം നിങ്ങൾ കേട്ടോളൂ. മഹാനായ, നിങ്ങൾ നേരത്തെ ഒന്നാമത് പറഞ്ഞത് തന്നെ ഞാൻ വേണ്ട. ഒന്നാമത്തെ സ്വഹാബി സയ്യിദനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്, അല്ലേ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠശാലയിൽ നിന്ന് ഇസ്ലാം പഠിച്ചവരാണ്, തൗഹീദ് മനസ്സിലാക്കിയവരാണ്, ശിർക്ക് എന്താണെന്ന് പഠിച്ചവരാണ്. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സന്ദർഭത്തിൽ തൻ്റെ രാജ്യം ഭരണമുഖം അവസാനിക്കുന്ന സന്ദർഭത്തിൽ രോഗമാകുന്നു. കലശമായ രോഗമാകുമ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതാ തൻ്റെ കൂട്ടുകാരെയും വേണ്ടപ്പെട്ടവരെയും തൻ്റെ കുടുംബത്തിൽപ്പെട്ടവരെയുമൊക്കെ വിളിച്ചുകൊണ്ട് അവരോട് വസിയ്യത്ത് ചെയ്യുന്നു. എന്താണ് വസിയ്യത്ത്? ഇമാം അബൂബക്കറിനിൽ ആജുരി തൻ്റെ കിതാബു ശരിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. എന്താ മഹാൻ പറയുന്നത്? ഇതാ അനമിത്തു, ഞാനെങ്ങാനും ഈ രോഗത്തിലങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കുളിപ്പിക്കണേ, എന്നെ നിങ്ങൾ കഫൻ ചെയ്യണം, എൻ്റെ പേരിൽ നിങ്ങൾ ജനാസ നിസ്കാരം നിർവഹിക്കണം. എന്നിട്ടോ മഹാനവറുകൾ പറയുകയാണ്, ഇതാ
അനമിത്തു, ഞാനങ്ങ് മരിച്ചു കഴിഞ്ഞാൽ, വഫറഗ്തും മിൻ ജിഹാസി, എൻ്റെ സംസ്കരണ പ്രക്രിയകളിൽ നിന്ന് നിങ്ങൾ വിരമിച്ചു കഴിഞ്ഞാൽ, ഫഹമിലൂനി, എന്നെ നിങ്ങൾ വഹിച്ചു കൊണ്ടുപോകണേ, ഹത്താ തഖിഫൂ ബിബാബിൽ ബൈത്തില്ലദീ ഫീഹി ഖബ്റുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബർ ഷരീഫുള്ള ആ ഹുജറ ഷരീഫിൻ്റെ അരികിലേക്ക് എൻ്റെ ജനാസ നിങ്ങൾ കൊണ്ടുപോകണേ. അവിടെ എത്തിയാൽ ഫഖിഫൂ ബിൽ ബാബ്, റസൂലുള്ളാഹിയുടെ ആ റൂമിൻ്റെ വാതിലിൻ്റെ മുന്നിൽ നിങ്ങൾ നിൽക്കണം. എന്നിട്ടോ വഖൂലൂ, നിങ്ങൾ പറയണേ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹിയോട് സലാം പറയണം. എന്നിട്ട് എന്തു വേണം? നിങ്ങൾ ഖബറിലുള്ള റസൂലിനെ വിളിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ അവിടെ മറവു ചെയ്യാനുള്ള സമ്മതം ചോദിക്കണേ. അവിടെ എന്ത് പറയുകയാണ്? ഹാദാ അബൂബക്കറിൻ യസ്തഇദിനൂൻ, അബൂബക്കർ ഇദാ നബിയെ തങ്ങളോട് സമ്മതം ചോദിക്കുന്നു. എന്തിനാണ്? ആ അങ്ങയുടെ സമീപത്ത് അവരെ മറവു ചെയ്യാൻ വേണ്ടി സമ്മതം ചോദിക്കുന്നു എന്ന്. സ്വഹാബികളെ, നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ ജാറത്തിങ്കൽ ചെന്ന് നിങ്ങൾ റസൂലിനെ, വഫാത്തായി ഖബറിൽ കിടക്കുന്ന റസൂലിനെ വിളിച്ച് നിങ്ങൾ പറയണേ. ആരാണിത് പറയുന്നത്? വഫാത്തായ നബി തങ്ങളെ വിളിച്ച് സമ്മതം ചോദിക്കണേ എന്ന് പറയുന്നത് ആരാണ്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്രസയിൽ നിന്ന് ദീന് പഠിച്ച, തൗഹീദ് പഠിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു. സഹോദരങ്ങളെ, എന്നിട്ട് മഹാൻ പറഞ്ഞു, അങ്ങനെ റസൂലുള്ളാഹിയെ, വഫാത്തായ നബി തങ്ങളെ നിങ്ങൾ വിളിക്കുമ്പോൾ ഫൈൻ അദിനലക്കും, തങ്ങളത് കേട്ട് നിങ്ങൾക്ക് അവിടെ പ്രവേശിക്കാനുള്ള, മറവു ചെയ്യാനുള്ള സമ്മതം നൽകിയാൽ, റസൂലുള്ളാഹി തങ്ങളെ തങ്ങളുടെ ചാരത്ത് മറവു ചെയ്യാൻ ഖബറിലുള്ള റസൂലുള്ളാഹി നിങ്ങൾക്ക് സമ്മതം നൽകിയാൽ, വഫുതിഹൽ ബാബ്, ആ വാതിൽ തുറക്കപ്പെടുകയും ചെയ്താൽ, ഫഅദ്ഖിലൂനി വദ്ഫിനൂനി, നിങ്ങൾ എന്നെ ആ റൂമിലേക്ക് പ്രവേശിപ്പിക്കണം, എന്നിട്ട് എന്നെ നിങ്ങൾ അവിടെ മറവു ചെയ്യണം. ഇതാരാ പറയുന്നത്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. എന്താ പറയുന്നത്? വഫാത്തായ നബി തങ്ങളെ വിളിക്കണം, വിളിച്ചിട്ട് സമ്മതം ചോദിക്കണം. സമ്മതം ചോദിക്കുമ്പോൾ ഖബറിലുള്ള റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കേൾക്കും. കേട്ടിട്ട് റസൂലുള്ളാഹി ഉത്തരം നൽകും. നമ്മളെ കേരളത്തിലെ മുജാഹിദ് ദുർവ്യാഖ്യാനിക്കുന്ന വചനമുണ്ട്. എന്താ? അവരെ നിങ്ങൾ വിളിച്ചാൽ ആ വിളി അവർ കേൾക്കൂല എന്ന് പറഞ്ഞങ്ങനെ പറയും. ഏതായി അവർ പ്രസംഗിക്കുന്ന, ആ മൗലവി പ്രസംഗിക്കുന്നതിന് പരിസരത്തുള്ള ജാറോ മക്ബർ ഏതാണെങ്കിൽ ലമീർ അങ്ങട്ടാ മടങ്ങല്. ഇവിടൊക്കെ ആണെങ്കിൽ കോയപ്പാപ്പായിലേക്ക് മടങ്ങും, മമ്പറ മക്കാമിലേക്കും മടങ്ങും. അത് ഓരോ സ്ഥലത്തിന് കണക്കാക്കിയിട്ടാ. സഹോദരങ്ങളെ, എന്നാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവർ പറയുന്നത് എന്താണ്? റസൂലിനോട് നിങ്ങൾ സമ്മതം ചോദിക്കണം. റസൂൽ സമ്മതം ചോദിക്കുമ്പോൾ അത് കേൾക്കും. എന്നിട്ട് അവിടുന്ന് ഉത്തരം ചെയ്യും. ഉത്തരം ചെയ്താൽ നിങ്ങൾ എന്നെ ആ റൂമിലേക്ക് പ്രവേശിപ്പിക്കണം. എന്നിട്ട് ഫദ്ഫിനൂനി, അവിടെ നിങ്ങൾ എന്നെ മറവു ചെയ്തോളൂ. എന്നിട്ടോ വൈലം യുദല്ലക്കും, നിങ്ങൾക്ക് സമ്മതം കിട്ടുന്നില്ലെങ്കിലോ ഫഅഖ്രിജൂനി ഇലൽ ബഖീ, നിങ്ങൾ എന്നെ ബഖീയിലേക്ക്, ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന പൊതു ശ്മശാനത്തിൽ നിങ്ങൾ എന്നെ കൊണ്ടുപോയി മറവു ചെയ്യണേ എന്ന് സ്വഹാബത്തിനോട് മഹാനവറുകൾ വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ആ സിദ്ദീഖുൽ അക്ബർ ആ രോഗത്തിൽ അതാ വഫാത്താകുന്നു. സ്വഹാബികൾ അവരെ കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു. അതേ, അവരുടെ പേരിൽ ജനാസ നിസ്കാരത്തിന് ഉമറുൽ ഫാറൂഖ് നേതൃത്വം നൽകുന്നു. എന്നിട്ട് ആ ജനാസയുമായി ഹബീബായ നബി തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അരികിലേക്ക് എത്തുന്നു. അവിടെ എത്തിയിട്ട്
സ്വഹാബത്തതാ ഇത് പറയുന്നു. ഫഫഅലു ഫലമ്മാ വഖഫൂ ബിൽ ബാബി, ആ വാതിലിൽ അവരെത്തുമ്പോൾ വഖാലു, സ്വഹാബികൾ പറയുന്നു, ഹാദാ, ഇതിനെ പറയുകയാണ്. എന്താ പറയുന്നത്? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹാദാ അബൂബക്കറിൻ ബിൽ ബാബി യസ്തഇദിനുക യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹിയോട് സമ്മതം ചോദിച്ചുകൊണ്ട് പറയൂ, അവരപേക്ഷിക്കുന്നു മറവ് ചെയ്യാൻ വേണ്ടി. ഇതങ്ങ് പറഞ്ഞപ്പോ സഹോദരങ്ങളെ, ആ സമയത്ത് വസുമിഅ ഹാതിഫുൻ മിൻ ദാഖിലിൽ ബൈത്തി, ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഒരശരീരി കേൾക്കുന്നു. എന്താ കേൾക്കുന്നത്? അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി മുസ്താഖ്. ഹബീബായ സിദ്ദീഖിനെ അവരുടെ ഹബീബിൻ്റെ ചാരത്തേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കുവീൻ. ഹബീബും തമ്മിൽ സംഗമിക്കാൻ കൊതിയാവുന്നു. അതാ വംഫത്തഹൽ ബാബു, അടഞ്ഞു കിടന്നിരുന്ന വാതിൽ മലർക്കെ തുറയുന്നു. സിദ്ദീഖുൽ അക്ബറിനെ സ്വഹാബികൾ ആ റൂമിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അവിടെ മറവ് ചെയ്യാനാവശ്യമായ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നു. സഹോദരങ്ങളെ, ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് 1000 വർഷം മുമ്പ് ജീവിച്ച മഹാനാണ്. ആരാ? ഇമാം അബൂബക്കറിനിൽ ആജുരി തൻ്റെ കിതാബു ശരീഅയിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. ഇത് ശിർക്കാണെന്ന് ഒരൊറ്റ പണ്ഡിതനും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മഹാത്മാക്കളായ ആളുകൾക്ക് കറാമത്തുണ്ടാകുമെന്ന് തെളിവ് നിരത്തി സമർത്ഥിക്കുകയാണ് ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ്. ഇമാം റാസി തഫ്സീറുൽ കബീറിൽ ഈ ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നത് എന്തിനാണ്? മഹാത്മാക്കളായ ഔലിയാക്കൾക്ക് കറാമത്തുണ്ടാകുന്നു. അത് കറാമത്തുണ്ട് എന്നതിന് തെളിവായി ഇമാം ഫഖറുദ്ദീൻ റാസി തൻ്റെ തഫ്സീറുൽ കബീറിൻ്റെ 21-ാമത്തെ വാള്യം 74-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു. കണ്ടോ? യാ റസൂലല്ലാഹ്, ഹാദാ അബൂബക്കറിൻ ബിൽ ബാബ് എന്ന് ഖബറിങ്കൽ ചെന്ന് റസൂലുള്ളാഹിയെ വിളിച്ച് അവിടെ മറവു ചെയ്യാൻ വേണ്ടി സമ്മതം ചോദിച്ച ഈ സംഭവം ചുരുക്കി അവതരിപ്പിക്കുകയാണ് ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ്. സഹോദരങ്ങളെ, ഈ സംഭവം രേഖപ്പെടുത്തി വെച്ച ഇമാം ആജുരി ലോക പ്രശസ്ത പണ്ഡിതനാണ്. 1000 കൊല്ലം മുമ്പ് ജീവിച്ചവരാണ്. അവരാണിത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇമാം ഫഖറുദ്ദീൻ റാസിയാണ് ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഈ രേഖപ്പെടുത്തി വെച്ചതിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞോ അത് ശിർക്കാണ്, അത് രേഖപ്പെടുത്തി വെച്ച ഈ ഇമാമിങ്ങളൊക്കെ മുശ്രിക്കുകളാണ്, ഒരാൾ പോലും പറഞ്ഞില്ല. എന്നു മാത്രമല്ല, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുഖപത്രമായ അൽമനാർ രേഖപ്പെടുത്തി വെക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് ഇമാം റാസിയെ കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തുകയാണ് അവർ. എന്താ? ഇമാം റാസി എന്ന് പറയുന്ന ഇമാമിൻ്റെ കൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തഫ്സീറു റാസി എന്ന ഈ കിതാബ്. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിൽ ശിർക്ക്, ബിദ്അത്ത്, ഖുറാഫാത്തൊന്നും ഇതിലില്ല. ആരാ രേഖപ്പെടുത്തുന്നത്? മുജാഹിദുകളുടെ മുഖപത്രമായ അൽമനാർ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. എന്തിനാ ഞാനിത് പറയുന്നത് എന്നറിയോ? ഈ സംഭവം പറയുമ്പോഴേക്ക് മുജാഹിദ് പറയും അതിൻ്റെ സനദിൽ പ്രശ്നമുണ്ട്, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഇത് ശരിയല്ലാതെയാക്കാൻ അവർ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, അവിടെ ഇരിക്കുന്ന 2 ഫയലിൽ 2 പേരും കണ്ടോ? അവരുടെ അൽമനാർ പുസ്തകം 20 ലക്കം 10 1972 മാർച്ച് 5-ാം തീയതി പുറത്തിറങ്ങിയ
അൽമനാറിൽ ഇമാം റാസി, അന്ന് മുജാഹിദുകൾ 8 ഗ്രൂപ്പായിട്ടില്ല, അന്ന് ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ എഴുതിയതാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസിയെ കുറിച്ച് പറയുന്നത് കണ്ടോ. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തി പറയുകയാണ്, പ്രസ്തുത ഗ്രന്ഥങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്നത് മഫാത്തിഹുൽ ഗൈബ് എന്ന ഖുർആൻ വ്യാഖ്യാനമാണ്. ശിർക്കുപരമായ, കേൾക്കണേ, ശിർക്കുപരമായ ഖുറാഫാത്തുകളെയും ബിദ്അത്തുകളെയും നിർമാർജനം ചെയ്യുന്നതിൽ ഈ വ്യാഖ്യാനം പ്രമുഖ സ്ഥാനമർഹിക്കുന്നു. ആ പ്രമുഖ സ്ഥാനം അർഹിക്കുന്ന തഫ്സീറാണ് തഫ്സീറുൽ ജലാലൈൻ 21ാമത്തെ വാള്യം. അതിലാണ് ഇത് രേഖപ്പെടുത്തി വെക്കുന്നത്. തഫ്സീറുൽ റാസി, സഹോദരങ്ങളെ, തഫ്സീറുൽ ഫഖ്റുദ്ദീൻ റാസി ഇമാമിന്റെ തഫ്സീറുൽ റാസി, മഫാത്തിഹുൽ ഗൈബ് എന്ന തഫ്സീറുൽ റാസിയിൽ അവർ പറയുന്നു, ഇത് കറാമത്ത് വഫാത്തിന് ശേഷം ഉണ്ടാകും എന്നതിൻ്റെ രേഖയായി, തെളിവായിട്ടാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസി ഉദ്ധരിക്കുന്നത്, കേവലം ഒരു ചരിത്രമായിട്ടല്ല. അപ്പൊ അതിനു മാത്രം തെളിവാക്കാൻ മാത്രം യോഗ്യമാണ് ഈ സംഭവം എന്നാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസി മനസ്സിലാക്കുന്നത്. അവർ ഇതിനെ തെളിവാക്കുന്നു, ഇത് ശിർക്കാണെന്ന് പറയുന്നില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചെയ്യുന്നതാണത്. ഇനി രണ്ടാമത്തെ കാര്യം, സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അതാ സഹോദരങ്ങളെ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഹാഫിള് ഇബ്നു കസീർ തൻ്റെ അൽ ബിദായ വന്നിഹായയിലും രേഖപ്പെടുത്തി വെക്കുന്നു. രണ്ടിലും ഈ സംഭവം പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി, ശേഷം സിദ്ദീഖുൽ അക്ബർ വഫാത്തായി ഭരണം നടത്തി, വഫാത്തായി. അതിനുശേഷം അതാ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവിടെ രൂക്ഷമായ ജലക്ഷാമം ഉണ്ടാകുന്നു. സഹോദരങ്ങളെ, ഖാല അസ്വാബൻ നാസ ഖഹതുൻ ഫീ സബനി ഉമർ ഫജാഅ റജുലുൻ ഇലാ ഖബരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖബറിലേക്ക് രൂക്ഷമായ ജലക്ഷാമത്തിന് പ്രതിവിധിയായി ഒരു സ്വഹാബി അതാ കടന്നു വരുന്നു. ആ വന്ന റജുലുൻ, ആ വന്ന വ്യക്തി ആരാണ്? തുടർന്ന് പറയുന്നുണ്ട്, അൽ ബിദായ വന്നിഹായയിൽ ഹാഫിള് ഇബ്നു കസീറിൻ്റെ 3 റിപ്പോർട്ട് കാണാം. അത് വായിച്ചാൽ അതിലും പറയുന്നുണ്ട്. ആ വരുന്നതാരാണ്? ബിലാൽ ഇബ്നുൽ ഹാരിസിൽ മുസനി എന്ന അഹദു സ്വഹാബികളിൽപ്പെട്ട വ്യക്തിയാണ്. ആ സ്വഹാബി വന്നുകൊണ്ട് പറയുന്നത് എന്താണ്? യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ഉമ്മത്തിക ഫഇന്നഹും, അതെ, ഇസ്തസ്ഖി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ. റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിങ്കൽ വന്നുകൊണ്ട്, ബിലാൽ ഇബ്നുൽ ഹാരിസിൽ മുസനി എന്ന സ്വഹാബിയാണ്, അദ്ദേഹം വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഓ നബിയേ, ഇസ്തസ്ഖി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ. നിങ്ങളെ ഉമ്മത്തിന് മഴയില്ലേ നബിയേ? മഴയില്ലാതെ അവർ പ്രയാസപ്പെട്ടിട്ടുണ്ട് നബിയേ, ഞങ്ങൾക്ക് മഴ വേണം, അതിനാവശ്യമായത് തങ്ങൾ ചെയ്യണമെന്ന് വഫാത്തായ നബി തങ്ങളുടെ ഖബറിങ്കൽ ചെന്ന് അതാ ഉമറുൽ ഫാറൂഖ് രാജ്യം ഭരിക്കുന്ന സന്ദർഭത്തിൽ ചെന്ന് പറയുന്നു. അങ്ങനെ അവസാനം അതിനുശേഷം ഈ കണ്ട വ്യക്തി, സഹോദരന്മാരെ, അല്ല, ഈ പോയ വ്യക്തി ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നുൽ ഹാരിസിൽ മുസനി എന്ന സ്വഹാബി, അദ്ദേഹം അന്ന് ഉറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നു. എൻ്റെ വകയല്ല, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഉമറിൻ്റെ അരികിൽ പോകണേ, എന്നിട്ട് ഉമറിനോട് പറയണം, നിങ്ങൾക്ക് മഴ ലഭിക്കുമെന്ന സന്തോഷം നിങ്ങൾ പറയണേ. സഹോദരന്മാരെ, ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു ആരാ? കണ്ടോ? എന്നിട്ട് ഹാഫിളുൽ അസ്ഖലാനി പറയുന്നത് എന്താ? വഖദ് റവാ സൈഫുൻ ഫിൽ ഫുതൂഹി അന്നല്ലദീ റഅൽ മനാമൽ മദ്കൂറ. ആ ഖബറിങ്കൽ പോയി അതിനുശേഷം ആ കിടന്നുറങ്ങി സ്വപ്നം കണ്ട വ്യക്തി ആരാണ്? ഹുവ ബിലാൽ ഇബ്നുൽ ഹാരിസിൽ മുസനി അഹദു സ്വഹാബികളിൽപ്പെട്ട ബിലാൽ ഇബ്നുൽ ഹാരിസിൽ മുസനിയാകുന്നു. നേരത്തെ നിങ്ങളത് തുടക്കത്തിൽ നിഷേധിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാനത് അത്ര വ്യക്തമാക്കി പറയുന്നത്. ഇത് ഹാഫിളുൽ അസ്ഖലാനി അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നു. എന്നിട്ട് അതിനെപ്പറ്റി പറഞ്ഞു, ഇതിൻ്റെ സനദ് ബി ഇസ്നാദിൻ സ്വഹീഹിൻ, ഇത് ദുർബലമായ പരമ്പരയല്ല, വാറുഹലയല്ല കേട്ടോ, സ്വഹീഹായ സനദോടെയാകുന്നു. എന്നിട്ട് അദ്ദേഹം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപത്ത് ചെല്ലുകയാണ്. സംഭവം അൽ ബിദായ വന്നിഹായ വ്യക്തമായി
രേഖപ്പെടുത്തി വെക്കുന്നു. ആ സഹോദരൻ, ആ സ്വഹാബിയതാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ചൊല്ലുന്നു. ഫഅതർ റജുലു, ആ മനുഷ്യൻ ചെന്നു. ഫഅഖ്ബറ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സംഭവമൊക്കെ പറഞ്ഞു. ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റബ്ബി മാ ആലു ഇല്ലാ മാ അജസ്തു മിൻഹു. സഹോദരങ്ങളെ, ഉമറുൽ ഫാറൂഖിനോട് ഇത് ചെന്ന് പറയുമ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തൗഹീദിന് വേണ്ടി ജീവിച്ച മഹാനാണ്. അവർ പറഞ്ഞോ, ഓ ബിലാലെ, നീ ചെയ്തത് ശരിയല്ല, ഇത് ശിർക്കാണ്, നീ മുശ്രിക്കായി, ഷഹാദത്ത് കലിമ ചൊല്ലണം. പറഞ്ഞോ? ഇല്ല. നീ കാഫിറാണ്, ഉടനെ ചൊല്ലൂ ഷഹാദത്ത്. പറഞ്ഞില്ല. നീ ചെയ്തത് ഹറാമാണെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. കറാഹത്താണെന്ന് പറഞ്ഞോ? ഇല്ലേ, ഇല്ല. പോകട്ടെ, ഇതൊരു ഖിലാഫുൽ ഔലയാണെന്നെങ്കിലും പറഞ്ഞിട്ടില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന സംഭവമാണ് ഇത്. ലോക ചരിത്രത്തിൽ സമസ്ത വന്നതിന് ശേഷം തുടങ്ങിയതല്ല. സിദ്ദീഖുൽ അക്ബർ മുതൽ ഉമറുൽ ഫാറൂഖ്, ഇനി എത്ര വേണം? ഞാൻ നിന്നോടത്ത് നിന്നാ 100 എണ്ണം ഇങ്ങനെ എണ്ണി പറയും. വേണോ? ഞാൻ പറഞ്ഞുതരാം. എവിടെ എൻ്റെ കയ്യിലുണ്ട്, നോക്കൂ. ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വര്യൻ, മഹാനവറുകൾ പ്രമുഖ സ്വഹാബിയാണ്, വിശദീകരിക്കേണ്ടതില്ലല്ലോ. ആ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു സഹോദരങ്ങളെ, താൻ അതാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുമ്പോൾ മഹാനവറുകളാണ്, ആ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനാണ് ഷാമിൽ. അന്നത്തെ ദിമഷ്ക് മുസ്ലിമീങ്ങൾക്ക് ഫത്ഹായപ്പോ ആ വിവരം പറയാൻ വേണ്ടി അവിടുന്ന് നിയുക്തരായത് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ദിമഷ്കിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ്. എത്ര ദിവസം? 7 ദിവസം യാത്ര ചെയ്തുകൊണ്ടാണ് മഹാനവറുകൾ വരുന്നത്. നോക്കൂ നിങ്ങൾ. വഹുവ കാനൽ ബരീദ ഇലാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബിഫത്ഹി ദിമഷ്ക വവസലൽ മദീനത ഫീ 7 അയ്യാം. 7 ദിവസം യാത്ര ചെയ്തുകൊണ്ടാണ് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരുന്നത്. വിഷയം വന്ന് ഉമറുൽ ഫാറൂഖിനോട് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. തിരിച്ചു പോകുമ്പോൾ ദിമഷ്കിലേക്ക് തിരിച്ചു പോവുക, ഡമസ്കസിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോഴോ മഹാനവറുകൾ അതാ ചിന്തിക്കുന്നു, 7 ദിവസം എൻ്റെ ഒട്ടകപ്പുറത്ത് അല്ലെങ്കിൽ കഴുതപ്പുറത്ത് അല്ലെങ്കിൽ കുതിരപ്പുറത്ത് യാത്ര ചെയ്യാൻ എനിക്ക് കഴിയില്ല. എൻ്റെ യാത്രാ ദൈർഘ്യം ഒന്ന് ചുരുങ്ങിക്കിട്ടണം. അതിന് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു സഹാബി ചെയ്തത് എന്താണെന്നറിയോ? കേട്ടോളൂ നിങ്ങൾ. അദ്ദേഹം അതാ മദീനയിൽ നിന്ന് ഡമസ്കസിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിങ്കലിൽ ചെല്ലുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിങ്കൽ ചെന്നുകൊണ്ട് അവിടെ വെച്ചങ്ങ് ദുആ നടത്തുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ശഫാഅത്ത് തേടുന്നു. ഞാൻ പറഞ്ഞതല്ല. ഇമാം നവവി റഹിമഹുല്ലാഹ് തൻ്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന ഈ ഗ്രന്ഥത്തിന് രേഖപ്പെടുത്തി വെക്കുന്നു. എന്തുണ്ടായി? വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിങ്കൽ, മമ്പുറം ജാറത്തിങ്കൽ പോകുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ മടവൂർ ജാറത്തിങ്കൽ, കോയപ്പാപ്പാന്റെ ജാറത്തിങ്കലേക്കൊക്കെ പോകുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചത് നേരത്തെ. അതാ ഉഖബത്ത് ബിൻ ആമിർ എന്ന സ്വഹാബി, ആരംഭ റസൂലുള്ളാഹിയിൽ നിന്ന് തൗഹീദ് പഠിച്ച സ്വഹാബി, അതാ റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിങ്കിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ദുആ ചെയ്യുന്നു, അവിടെ വെച്ച് ശഫാഅത്ത് തേടുന്നു. ആ കാരണം കൊണ്ട് 2.5 ദിവസമാണ് മദീനയിൽ നിന്ന് ഡമസ്കസിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സമയം പിടിച്ചത്. 7 ദിവസം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അതൊന്ന് ചുരുക്കി കിട്ടണേ നബിയേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിങ്കൽ ഹബീബിനോട് ശഫാഅത്ത് തേടുന്നു. അതെ, അവിടെ വെച്ച് ദുആ ചെയ്യുന്നു. ആ കാരണം കൊണ്ട് വവസലൽ മദീനത വറജഅ ശാമ വറജഅ മിൻഹാ ഇല ശാമി ഫീ യൗമൈനി വനിസ്ഫിൻ. തിരിച്ചു പോയപ്പോ 2.5 ദിവസമാണ് എടുത്തത്. എന്തേ കാരണം? ബിദുആഇഹി ഇൻദ ഖബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതശഫ്ഉഇഹി ബിഹി ഫീ തഖരീബി ത്വരീഖിഹി. തൻ്റെ വഴിദൂരം ഒന്ന് ചുരുക്കി കിട്ടാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങളുടെ ജാറത്തിങ്കൽ ചെല്ലുന്നു. അവിടെ വെച്ച് ദുആ ചെയ്യുന്നു, അവിടെ വെച്ച് ശഫാഅത്ത് തേടുന്നു.
ആ ദുആ ഫലിച്ചു. 7 ദിവസമുള്ള യാത്ര 2.5 ദിവസമായി ചുരുങ്ങി. ഇമാം മുഹയ്യിദ്ദീൻ നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇതാ തന്റെ പ്രസിദ്ധമായ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഇത് ശിർക്കാണോ? മഹാനായ ഇമാം നവവി ശിർക്ക് പ്രചരിപ്പിച്ചവരാണോ? ഉഖ്ബത്ത് ഇബ്നു ആമിർ ശിർക്ക് ചെയ്തവരാണോ? ചിന്തിക്കേണ്ടത് ബുദ്ധിയുള്ളവരാണ്. ബുദ്ധിയുള്ളവരോടാണ് ഞാൻ സംവദിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നവരോടാണ് ഞാൻ സംവദിക്കുന്നത്. സഹോദരങ്ങളെ, ഇവരൊക്കെ മുശ്രിക്കായോ? ഇവരൊക്കെ കാഫിറായോ? ഇവിടെ വന്ന് കേരളത്തിലുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും കാഫിറും മുശ്രിക്കുമാക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ അഹ്ലുസുന്ന പ്രസ്ഥാനത്തെ മുഴുവനും, ആ പ്രസ്ഥാനത്തിലെ പർവ്വത സമാനരായ പണ്ഡിതരെ മുഴുവനും തേജോവധം ചെയ്ത്, അതെ, സമുദ്ര സമാന വിജ്ഞാനത്തിന്റെ ഉടമകളായ പണ്ഡിത ശ്രേഷ്ഠരെ കുതിര കയറിക്കൊണ്ട് കഥയില്ലാത്ത മൗലവിമാർ ഇവിടെ വന്ന് പാടിയതും പറഞ്ഞതും എന്താ? മുസ്ലിമീങ്ങളൊക്കെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ്, മുശ്രിക്കാണ്, കാഫിറാണ് എന്നാണെങ്കിൽ സ്വഹാബത്ത് ശിർക്ക് ചെയ്തോ? അവരൊക്കെ മുശ്രിക്കായോ? അവരൊക്കെ കാഫിറായോ? ഇതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. ഇതാ നിങ്ങൾ വിശദീകരിക്കേണ്ടത്. അതല്ലാതെ മടവൂര് പടച്ചോനാണോന്നോ, അല്ലെങ്കിൽ ഇവിടെ മുജാഹിദ് പറഞ്ഞ വിശ്വാസങ്ങൾ ഏതുണ്ടോ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസധാരയായി പൂർവീകരായ നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠർ അവരൊക്കെ പഠിപ്പിച്ചു തന്ന ഒരു വിശ്വാസത്തെ എങ്കിലും ചോദ്യം ചെയ്യാൻ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇന്നേ വരെ സാധിച്ചിട്ടില്ല. വേങ്ങരയിൽ വന്ന സലഫികൾക്കും സാധിച്ചിട്ടേ ഇല്ല. പകരം അവർ ചെയ്തതെന്താ? മുസ്ലിമീങ്ങൾ അഹ്ലുസുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് തെറിച്ചു പോയവർ, ഏതൊരു പ്രസ്ഥാനത്തിലും ചില കൊന്ത്രംപല്ലുകൾ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കൊന്ത്രംപല്ലുകളെ വാക്കുകൾ അത് ഇസ്ലാമിക ആശയമായി പറഞ്ഞ്, സുഖമില്ലാത്തവരുടെ വാക്കുകൾ അത് അഹ്ലുസുന്നയുടെ ആദർശമായി പറഞ്ഞ് അഹ്ലുസുന്നയെയും സാധാരണക്കാരെയും കബളിപ്പിക്കാൻ ശ്രമിച്ചാൽ വേങ്ങരയിലെ സുന്നി സമൂഹം മുജാഹിദുകളെ, സലഫികളെ, നിങ്ങളെ ഒരിക്കലും ഞങ്ങൾ കൈവിടൂല. നിങ്ങളെ മുറുകെ പിടിച്ച് ഞങ്ങൾ ജനകീയ വിചാരണക്ക് വിധേയമാക്കുമെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞില്ല, സ്വഹാബത്ത് കഴിഞ്ഞു. ഇനി നോക്കൂ, മദ്ഹബിന്റെ ഇമാമുകളിൽ മദീനയിലുള്ള ഇമാമാണ് ഇമാമു ദാരിൽ ഹിജ്റ, ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആരാണ്? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒന്നുകിൽ താബിഈയാണ്, അല്ലെങ്കിൽ തബഉ താബിഈയാണ്. ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണേ, അവരുടെ അരികിലേക്ക് അന്നത്തെ ഭരണാധികാരി അബൂ ജഅഫർ മൻസൂർ ചക്രവർത്തി കടന്നു വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുമായി വളരെ വലിയ രൂപത്തിൽ അവർ സംസാരിക്കുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭരണാധികാരിയായ അബൂ ജഅഫർ മൻസൂർ ചക്രവർത്തിയെ അദബ് പഠിപ്പിക്കുന്നു. ഓ രാജാവേ, അല്ലെങ്കിൽ ഭരണാധികാരി, നിങ്ങൾ ഇവിടെ ശബ്ദമുയർത്താൻ പാടില്ല. ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യമാണ്. ഇവിടെ ശബ്ദമുയർത്താൻ പാടില്ല, അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. അപ്പോൾ ആ രാജാവ് വളരെ ശബ്ദം താഴ്ത്തിക്കൊണ്ടൊരു കാര്യം ചോദിക്കുകയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു. മാലികി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഇമാം ഖാദി ഇയാദ് തന്റെ കിതാബു ശിഫയിൽ അത് രേഖപ്പെടുത്തി വെക്കുന്നു. എന്താണ് രാജാവ് ചോദിക്കുന്നത്? യാ അബാ അബ്ദില്ലാ, ഓ ഇമാം മാലിക്, അസ്തഖ്ബിലുൽ ഖിബലത വഅദഉ അം അസ്തഖ്ബിലു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇവിടെ വെച്ച് ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിനോട് റസൂലിലേക്ക് തിരിയണോ, അതല്ല ഖിബിലയിലേക്ക് തിരിയണോ? മദീനയിൽ പോയവർക്കറിയാലോ, അല്ലാഹുവിൻ്റെ റസൂലിലേക്ക് നമ്മൾ തിരിഞ്ഞു നിന്നാൽ, ആ മുഖത്തേക്ക് തിരിഞ്ഞു നിന്നാൽ നമ്മുടെ പൃഷ്ഠഭാഗം, പിൻഭാഗം അത് കഅബയിലേക്കാകുമല്ലോ. ഇനി കഅബയിലേക്കാണ് നമ്മൾ തിരിയുന്നതെങ്കിലോ നമ്മുടെ പിൻഭാഗം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്തേക്കുമാകും. ഞാൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ത്രിശങ്കുവിലായ രാജാവ് ഭരണാധികാരി ചോദിക്കുന്നു. അപ്പൊ ഇമാമു ദാരിൽ ഹിജ്റ മദ്ഹബിന്റെ ഇമാമായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? വല്ല രാജാവേ, വലിമ തസ്രിഫു വജ്ഹക അൻഹു,
എന്തിനാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നിങ്ങൾ മുഖം തിരിക്കുന്നത് എന്തിനാണ്? ഫഹുവ വസീലതുക വവസീലതു അബീക ആദമ അലൈഹിസ്സലാമു ഇലല്ലാഹി തആല യൗമൽ ഖിയാമ. നിങ്ങൾ ആദം നബി അലൈഹിസ്സലാം മുതൽ സർവ്വ മനുഷ്യരുടെയും വസീലയാണ്, ഇടയാളനാണ് അല്ലാഹുവിൻ്റെ റസൂൽ. അത് ഖിയാമത്ത് നാളിലും അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെയുള്ള ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന വസീല, അതായത് ആ ഇടയാളനെ തൊട്ട് നിങ്ങൾ എന്തിനാണ് മുഖം തിരിക്കുന്നത്? അങ്ങനെ നിങ്ങൾ തിരിക്കേണ്ടതില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ബലിസ്തഖ്ബിൽഹു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നിങ്ങൾ മുന്നിട്ടോളൂ. വസ്തശ്ഫിഉ ബിഹി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങൾ ശുപാർശ തേടിക്കോളൂ. നമ്മൾ ചൊല്ലാറില്ലേ അശ്ശഫാഅത ഹബ്ലനാ. ഇങ്ങനെ ഷഫാഅത്ത് നമ്മൾ തേടാറുണ്ട്. ആ ഷഫാഅത്ത് തേടിക്കോളൂ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന തൗഹീദാണിത്, എൻ്റെ വകയല്ല. മാലിക്കി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഇമാം ഖാളി ഇയാദ് തൻ്റെ കിതാബു ശിഫയിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് എന്താണ്? അല്ലാഹു എന്ന അവരുടെ പുസ്തകമുണ്ട്. മുജാഹിദുകൾ അവരുടെ അനുയായികൾക്ക് തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? ഇങ്ങനെ ശഫാഅത്ത് ചോദിക്കൽ അത് ശിർക്കാകുന്നു, അത് വലിയ വൻകുറ്റമാകുന്നു, അത് കുഫറാണ്, അത് ശിർക്കാകുന്നു. അതിലുണ്ടാവും. ആ പുസ്തകത്തിലാണ് മുജാഹിദുകൾ പറയുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന തൗഹീദ് എന്താ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങൾ ശഫാഅത്ത് ചോദിച്ചോളൂ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന തൗഹീദ് അതാണ്. മുജാഹിദ് പഠിപ്പിക്കുന്ന തൗഹീദ് എന്താ? അത് ശിർക്കുമാണ്. നോക്കൂ നിങ്ങൾ, മുസ്ലിമീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പാരാവാരം പോലെ തടിച്ചുകൂടിയ ഇവിടെയുള്ള വിശ്വാസികളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ പിൻപറ്റണോ, അതല്ല വിവരമില്ലാത്ത മുജാഹിദുകളെ പിൻപറ്റണോ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന തൗഹീദാണത്. ഇമാം ഷാഫിഈ പഠിപ്പിക്കുന്ന തൗഹീദുണ്ട്. ഇമാം നവവി, ഇമാം ഹാക്കിം തൻ്റെ താരീഖു നൈസാബൂർ എന്ന ഗ്രന്ഥമാണ്. അവിടുത്തെ ഏറ്റവും അന്നത്തെ വലിയ മുഹദ്ദിസും വലിയ പണ്ഡിതനുമായ ബഹുമാനപ്പെട്ട അബുൽ വലീദുൽ മുഹദ്ദിസ് എന്നവരെ കുറിച്ച് പറയുന്നത് കാണാം. വസമിഅതു അബൽ ഹുസൈൻ അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് അൽ ഫഖീഹ് യഖൂലു മാ വഖഅതു ഫീ വറതത്തിൻ ഖത്തു, എനിക്ക് വല്ല പ്രയാസവും സംഭവിച്ചാൽ, വലാ അർവലി അംറുൻ മുഹിമ്മുൻ, എനിക്ക് മുഖ്യമായ വല്ല വിഷയവും വന്നാൽ, ഫഖസത്തു ഖബറ അബുൽ വലീദ്, അബുൽ വലീദ് എന്ന ഏറ്റവും വലിയ മുഹദ്ദിസായ ആ പണ്ഡിതന്റെ ഖബറിങ്കലേക്ക് ഞാൻ ചെന്നാൽ, വതവസ്സൽതു ബിഹി ഇലല്ലാഹി തആല, അവരെ കൊണ്ട് ഞാൻ തവസ്സുലും ചെയ്താൽ, ഇല്ലസ്തജാബല്ലാഹു ലീ, അല്ലാഹു എനിക്ക് ഉത്തരം ചെയ്യാതിരുന്നിട്ടില്ല. ഇമാം ഹാക്കിം വലിയ മുഹദ്ദിസാണ്. അദ്ദേഹത്തിൻ്റെ മശായിഖുമാരിൽപ്പെട്ട ശൈഖന്മാരിൽപ്പെട്ടവരാണ് അബുൽ വലീദ്. അവരൊക്കെ മഹത്വമാണ് ഈ പറയുന്നത്. ഇമാം ഹാക്കിം രചിച്ച താരീഖു നൈസാബൂർ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ഇത് ഉദ്ധരിക്കുന്നത്. എത്ര എണ്ണം! ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ ഇമാമിനെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഖത്തീബുൽ ബഗ്ദാദി തൻ്റെ താരീഖു ബഗ്ദാദിൽ ഇതാ ഉദ്ധരിക്കുന്നു. ഷാഫിഈ ഇമാം പറയുന്നു, ഞാൻ ഇതാ വാജിഉ ഇന്നി ലാ തബറകു ബി അബീ ഹനീഫത വാജിഉ ഇലാ ഖബരിഹി, അബൂ ഹനീഫ ഇമാമിനെ കൊണ്ട് ഖബറിങ്കൽ ചെന്ന് ഞാൻ തവസ്സുൽ ചെയ്യും. എന്നിട്ട് അവർ പറയുന്നു, ഫൈദാ അറദത ലി ഹാജത്തുൻ, എനിക്ക് വല്ല ആവശ്യവും നേരിട്ടാലോ, സ്വല്ലൈതു റക്അതൈനി, 2 റക്അത്ത് ഞാൻ നിസ്കരിക്കും. എന്നിട്ടോ വജിഅതു ഇലാ ഖബരിഹി, ഇമാം മാലിക് ഇമാം അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിങ്കിലേക്ക് ഞാൻ പോകും. അവിടെ വെച്ച് ഞാൻ അങ്ങ് ദുആർന്നാൽ, വസഅൽതുല്ലാഹൽ ഹാജത ഇൻദഹു, പള്ളിയിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിച്ച് അവിടുന്ന് ദുആർക്കുന്നില്ല, ദുആർക്കാൻ ജാറത്തിങ്കൽ പോവാണ്. അബൂ ഹനീഫ ഇമാമിന്റെ ജാറത്തിങ്കൽ പോകുന്നു. ഫമാ, അവിടെ വെച്ച് ദുആ ചെയ്താൽ, ഫമാ തബ്ഉദു അന്നി ഹത്താ തുഖ്ലാ, എൻ്റെ ഉദ്ദേശം നിറവേറാതിരുന്നിട്ടില്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖത്തീബുൽ ബഗ്ദാദി 1000 കൊല്ലം മുമ്പ് ജീവിച്ച
മഹാനായ ഇമാം ഖതീബുൽ ബഗ്ദാദി തന്റെ താരീഖു ബഗ്ദാദ് എന്ന ഈ ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം നവവി, രണ്ടാം ഷാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം നവവി, അവരുടെ ശർഹുൽ മുഹദ്ദബ് എന്ന ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് എന്താ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലെത്തിയാൽ വയതവസ്സലു ബിഹി ഫീ ഹഖി നഫ്സിഹി, റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യണം. വയസ്തശ്ഫിഉ ബിഹി, റസൂലുള്ളാഹിയോട് ശഫാഅത്ത് ചോദിക്കണം. ശിർക്കാണെന്നല്ല, തൗഹീദാണ്, അത് സുന്നത്താണ്, റസൂലിനോട് കാണിക്കേണ്ട അദബാണ്. ഇമാം ഖുതുബുൽ അഖ്താബ് ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങളുടെ കിതാബുൽ ഗുഞ്ഞത്താണിത്. ഇതിൽ പറയുന്നത് എന്താ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലെത്തിയാൽ, അവിടുത്തെ ജാറത്തിങ്കലെത്തിയാൽ എന്തു വേണം? റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യണം, അവിടുത്തെ റസൂലുള്ളാഹിയെ കൊണ്ട് വിളിക്കണം. അല്ലാഹുമ്മ ഇന്നി അതവജ്ജഹു ഇലൈക ബിനബിയിക അലൈഹി സലാമുക നബിയ്യിർ റഹ്മ യാ റസൂലല്ലാഹ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ലിയഗ്ഫിറ ലി ദുനൂബി അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖ്ഖിഹി അൻ തഗ്ഫിറ ലി വതർഹമനി. റസൂലുള്ളാഹിയുടെ ഹഖ് കൊണ്ട് റബ്ബേ എനിക്ക് നീ പൊറുത്തു തരണേ എന്ന് റസൂലുള്ളാഹിയെ കൊണ്ട് തവസ്സുൽ ചെയ്യണം, റസൂലുള്ളാഹിനെ വിളിക്കണം. ഖുതുബുൽ അഖ്താബ് ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു പറയും. 100 ഇവിടെ നിന്നിടത്തുനിന്ന് പറയാനായിട്ട് സമയം വൈകും, ചോദ്യങ്ങൾ ഇനിയുമുണ്ട്, ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഇത് സ്വഹാബത്ത് മുതൽ 14 നൂറ്റാണ്ട് കാലം വരെ ഇടതടവില്ലാതെ മുസ്ലിമീങ്ങളൊക്കെ ചെയ്ത ഒരു സുഹൃതമാണ് തവസ്സുലും ഇസ്തിഗാസയും എന്ന കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം.